ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വയനാടൻ ബ്ലോഗ് അർപ്പിത്ത്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയത് ജാതിക്കയും കൊണ്ടുള്ള അച്ചാറാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ പോണത് നല്ലൊരു അച്ചാറാണ്. ജാതിക്കയാണ്, ജാതിക്കേൻ്റെ അച്ചാറാണ്. അപ്പോൾ ഇത് മുറിച്ചിട്ട് ഞങ്ങൾ 3-4 ദിവസമായി ഉപ്പിലിട്ട് വെച്ചിട്ട് അതുകൊണ്ടാണ് ഇന്ന് അച്ചാർ ഇടാൻ പോണത്. ഇത് മാങ്ങ ഇട്ട പോലെ തന്നെ ഉണ്ടാവും. അത് ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ കൊണ്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. കുറച്ച് ഒഴിച്ചു. അത് 1 സ്പൂണ് കടുക് ഇടുകയാണ്. ഇത് ഒരു 8-10 ചുള വെളുത്തുള്ളി ഉണ്ട്. ഇതൊന്ന് നമുക്ക് വാട്ടാം. അവനവൻ്റെ ഇഷ്ടത്തിന് എടുക്കാം. ഇത് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇഷ്ടമുള്ള അത്ര വെളുത്തുള്ളി എടുക്കാം. കടുകൊക്കെ പൊട്ടിയപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഒന്ന് വാട്ടാം. ഇതിലേക്ക് ഒരു 3 സ്പൂണ് മുളക് വന്നിട്ട് ചൂടാക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണിത്. മുളക് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇപ്പം ജാതിക്ക മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് വേവിക്കൊന്നും വേണ്ട, വേഗം എടുക്കാതെ ഉരുട്ടി വെച്ചതിനെ കൊണ്ട് നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല രസം ഉണ്ടാവും. അപ്പം തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിയേണ്ടി വരും. ഉപ്പൊക്കെ പിടിച്ച് ഇതാക്കണമെങ്കിൽ ആദ്യം തന്നെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലോണം ഉപ്പൊക്കെ പിടിച്ച് അന്നേരം തന്നെ അത് എടുക്കാതെ. അപ്പോൾ ഇതിലേക്ക് ഇത് ഉലുവയും കടുകും കായം കൂടി കൂട്ടി പൊടിച്ച് വെച്ചതാണിത്. അതൊന്ന് 1/2 ടീസ്പൂൺ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് മുളകൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അരിഞ്ഞൊന്നും പോലും നല്ല കല്ല് പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ സ്വന്തം ഇടുന്നതാണ്. കടയിലത്തെയൊക്കെ ഇങ്ങനെ ഈ വണ്ടീൻ്റെ ബാറ്റീൻ്റെ ആസിഡൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ വയറിനൊക്കെ കേടാണ്. അപ്പോൾ നമ്മൾ സ്വന്തം ഇത് അച്ചാറൊക്കെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമുക്കിത് തീ ഓഫാക്കി ഇതൊന്ന് ഇറക്കി വെക്കാം. നമുക്കിതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. അത് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടൊക്കെ പോയിട്ട് നല്ലൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാം. ഇനിയിപ്പോൾ ചാറ് വേണമെന്നുള്ളവർ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ചാറാക്കാം. പേര് വേണമെന്നുണ്ടെങ്കിൽ അരിയൊക്കെ കൂട്ടിയൊക്കെ ആക്കാം.
അപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞങ്ങൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എത്ര പെട്ടെന്ന് കഴിഞ്ഞ് വേഗം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അച്ചാർ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ചാനലിൻ്റെ പേര് വയനാട് ബ്ലോഗ് അർപ്പിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.